ടു നിസ്ഫ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ എന്നുള്ളത് എൻ്റെ സ്വന്തം പ്ലേസിലെ ഡ്രീംസ് മാളിലാണ്, അതായത് കൊട്ടിയത്ത് ഡ്രീംസ് മാളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ യൂസഫ് അലി നമ്മുടെ ക്രിസ്മസിന് ഒരു വലിയൊരു ഗിഫ്റ്റ് ഒരുക്കിയിരിക്കുകയാണ്. എന്താണെന്നറിയാവോ? അതായത് ഞങ്ങളുടെ ഈ ഒരു ഡ്രീംസ് മാളിൽ ലുലു ഡെയിലി ആൻഡ് ലുലു കണക്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത്. കാരണം കൊല്ലത്തെ വിശേഷങ്ങളും എൻ്റെ നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്കിതേ നമ്മുടെ ലുലു ഡെയിലിയുടെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കളയാം. അപ്പോൾ നമ്മുടെ ഡിറ്റർജൻറ്റിനൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. 179 റുപ്പീസാണ് സൺപ്ലസിൻ്റെ 2 ലിറ്ററിൻ്റെന്, 195ൻ്റെയാണ് 179 റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ സ്കോട്ട് ഫ്ലോർ ക്ലീനർ. അപ്പം എല്ലാത്തിനും ചെറിയ ചെറിയ ഓഫേഴ്സൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ യൂസഫ് അലി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതേ നമ്മുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ, അതൊരു 10 പീസിനാണ് 6500 രൂപയുടേത് 2799 രൂപയ്ക്കാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കുഞ്ഞതുണ്ട്, ഒരു വലുതുണ്ട്, പിന്നെ അതിൻ്റെ ഒരു വലുതുണ്ട്, അതിൻ്റെ കൂടെ 2 ഫ്രൈ പാൻ ഉണ്ട്. ഇതിൻ്റെ ഫോട്ടോ ആണ്. അതിൻ്റെ കൂടെ 2 ഇതും ഉണ്ട്. വലിയ കുക്കറാണ് അത്, 5.5 ലിറ്ററിൻ്റെ കുക്കറാണ്. ബിരിയാണി അല്ല, ഇത് പ്രീമിയർ, ഇത് ഇംപെക്സ്. ഇംപെക്സിൻ്റെ പ്രീമിയറാണ്. പ്രീമിയറിന് കുറച്ചുകൂടി ഡിസൈനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഒന്നുമില്ല. വലിപ്പവും കുറച്ചുകൂടി പ്രീമിയറിൻ്റെ. അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. 1900 ഇതിനാവും, ഇതിന് 1300 ആവും. തീർന്നില്ല കേട്ടോ. നമ്മുടെ നോൾട്ടയുടെ 19 പീസ് സെറ്റിന് 3660 രൂപയുടേത് 1499 രൂപയ്ക്കാണ് നമ്മുടെ ലുലു ഡെയിലിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ കാഷ്യൂ നട്ട്സ്, പിസ്റ്റാസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. എല്ലാത്തിനും തന്നെ നമ്മുടെ യൂസഫ് അലി ഇവിടെ ഓഫേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. സോ പിസ്ത, അതേപോലെ തന്നെ നല്ല ഫ്രഷ് കാഷ്യൂ നട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ലുലു ഡെയിലിയിലോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ദേ ഈ ഒരു ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടുള്ളതെല്ലാം, അതായത് ബേക്കറി ഐറ്റം, ദെൻ ഫിഷ്, മീറ്റ്, പിന്നെ എന്താ ബിരിയാണി, നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻസ് എല്ലാം തന്നെ ഈ ഒരു ഫ്ലോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ വെളുത്തുള്ളിയും കാന്താരിയും ഒക്കെ ആയിട്ട് കലർത്തിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ നല്ല അച്ചാറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ സ്ലൈഡ്സ് ഒലീവ്സ് ആണ്. പിന്നെ അച്ചാറുകളെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മുടെ ലുലുവിൻ്റെ ലൈം പിക്കിൾ 99 രൂപയുടേത് 89 രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ 89 റുപ്പീസിൻ്റെ ലൈം പിക്കിൾ വന്നിട്ടുള്ളത്. നല്ല ഓഫറാണല്ലേ ഇത്. 99 റുപ്പീസിൻ്റെത് 89 റുപ്പീസിന് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ ചമ്മന്തിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇനി അതും ഉണ്ട് കേട്ടോ. നല്ല തേങ്ങ ചമ്മന്തിപ്പൊടി. ഇത് മാത്രമല്ല ഉള്ളത്, നമ്മുടെ കൊഞ്ചിൻ്റെ അല്ലേ അതിൻ്റെയൊക്കെ ചമ്മന്തിപ്പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ട്യൂണാസ് ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ റെഡി ടു ഈറ്റ് ആണ് കേട്ടോ. അതായത് ഇതൊക്കെ വാങ്ങിച്ചും കൊണ്ട് പോയി നേരെ പാനിലോട്ട് ഇടുക, ഒരു 3 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക, നേരെ നമുക്ക് വിളമ്പുക. ഇത്രയും പരിപാടികളേ ഉള്ളൂ. പാൻ ചൂടായി കഴിയുന്നു, ചൂടാവുന്ന ഉടനെ തന്നെ നമ്മൾ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഇളക്കുന്നു, നമ്മുടെ കറി റെഡിയാക്കുന്നു. സോ സൂപ്പർബ് അല്ലേ? ഓക്കെ, അപ്പോൾ റെഡി ടു ഈറ്റ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ ദേ ഇവിടെ എൻ്റെ മോള് ഇതും എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. നെത്തോലിയുടെ ഇതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ സമ്മതിച്ചില്ല കേട്ടോ എടുക്കാനായിട്ട്, കാരണം അവൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വെച്ചാലും യൂസ്ഫുൾ ആകില്ല, അതുകൊണ്ടാണ് കേട്ടോ സമ്മതിക്കാനത്. ദെൻ പാനിപ്പൂരി കിറ്റ് ഉണ്ട്, 55 രൂപയാണ് കേട്ടോ പാനിപ്പൂരി കിറ്റ്. റെഡി ടു ഈറ്റ് ആണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി നമുക്ക് പാനിപ്പൂരി കഴിക്കാനായിട്ട് പറ്റും. സോ 55 റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കളല്ലേ? ഓക്കെ, പപ്പടവും ഉണ്ട്, പപ്പടത്തിന് വെളിയിൽ പോകണ്ട, അതും ഇവിടെ ഉണ്ട്. അതേപോലെ ഫ്രഷ് വെജിറ്റബിൾസ് അതും ഇവിടെ അവൈലബിൾ ആണ്. അതിന് ഇനി വെളിയിൽ പോവേ വേണ്ട. ഇത് മുളക് പൊടിച്ചതാണ് കേട്ടോ. അതിനെന്ന് പറയുന്നത് 98 രൂപയാണെന്ന് തോന്നുന്നേ. നമ്മുടെ മുളകില്ലേ, ഉണക്കമുളക്, അത് പൊടിച്ചിട്ടുള്ളത്. അതിനിപ്പോൾ പൊടിക്കാനും കഷ്ടപ്പെടേണ്ട. ഇപ്പോൾ ഇതേ ഇവിടെ കുപ്പിയിലാക്കി അതും തരുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാല കൂട്ടുകളുണ്ട്. അപ്പോൾ അതിനും ഇനി എവിടെയും തപ്പി നടക്കണ്ട, നേരെ നമ്മുടെ ലുലുവിലോട്ട് ഇങ്ങ് വന്നാൽ മതി.
അയ്യോ, അപ്പം ഞങ്ങളുടെ ഡ്രീംസ് മാളിൽ നല്ല സുന്ദരമായിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ചോക്ലേറ്റ് മഫിൻസ് ആണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 140 റുപ്പീസാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മഫിൻസ്. പിന്നെ ബ്രെഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതും ഇവിടെ ഉണ്ട്. ഇത് പൈനാപ്പിൾ മഫിൻസ് ആണ്. പൈനാപ്പിൾ മഫിൻസിനാകുമ്പോൾ ഇച്ചിരി കൂടി റേറ്റ് കുറവുണ്ട് കേട്ടോ, 99 രൂപയുള്ളേ അതിന്. ആൻഡ് ദെൻ കേക്ക് ഐറ്റംസ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. കുബൂസ് ഉണ്ട്. എന്താ ഇപ്പോൾ വേണ്ടല്ലോ, എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നുണ്ടെങ്കിലും ദേ ഇവിടെ ഉണ്ട്. ഐസ്ക്രീംസ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ട്. അപ്പം ഞങ്ങൾ ഉമ്മായി കാണുന്നില്ല, സോ ഉമ്മായി വെയിറ്റ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ എവിടെയാണ്ടേ ഉണ്ട്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇത് സെക്കൻഡ് ഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ തിരക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇടം വീഡിയോ എടുക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ദെൻ ഫാമിലി പാക്കറ്റിൻ്റെ ഐസ്ക്രീംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ചെറിയ പാക്കറ്റിൻ്റെതും ഉണ്ട്, വലിയ പാക്കറ്റിൻ്റെതും ഉണ്ട് കേട്ടോ. ചെറുതാകുമ്പോൾ 500 ഗ്രാമിന് 91 രൂപ ഏതാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെത്. പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിൾ നഗറ്റ്സ് അതൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇത് വാങ്ങിച്ച് കൊണ്ടുപോയി കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നഗറ്റ്സിൻ്റെതെല്ലാം തന്നെ. നഗറ്റ്സ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ദേ എൻ്റെ ഉമ്മായി കിട്ടിയിട്ടുണ്ട്. ദേ ഉമ്മായും കൊണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നടക്കത്തില്ല കേട്ടോ, ഓരോ സെക്ഷനിലോട്ട് മാറിപ്പോവും. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കുഞ്ഞു കുട്ടി എൻ്റെ ഉമ്മ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ഉണ്ടല്ലോ നമ്മളുടെ ഗ്രിൽ ചിക്കൻസൊക്കെ. അപ്പോൾ മലബാർ സ്പൈസിക്കൊക്കെ 389 റുപ്പീസാണ് കേട്ടോ മലബാർ സ്പൈസി ഗ്രിൽ ചിക്കനൊക്കെ. അയ്യോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാൻ നമുക്ക് കുറച്ച് പാടായിരിക്കും. കാരണം നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് ബ്രോസ്റ്റഡ് ചിക്കൻസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബ്രോസ്റ്റഡ് ചിക്കൻ ലോലിപോപ്പ് 250 ഗ്രാമിന് 125 രൂപയാണ്. ബ്രോസ്റ്റഡ് ഡ്രം സ്റ്റിക്ക് 60 റുപ്പീസ്. ചിക്കൻ വെയിൻസ് 49 റുപ്പീസിനൊക്കെ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ മോൾ ഇവിടെ ഒന്നുമല്ല വന്ന് നിന്നത്, ഇതേ ഇവിടെയാണ് കേട്ടോ വന്ന് നിന്നത്. ഇവിടെ നിന്ന് ഇതേ പിറക്കി എടുത്തിട്ടുണ്ട് ആൾ. അപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട്, അതായത് ക്രിസ്പി ഖജൂറാണ് അവൾ എടുത്തിരിക്കുന്നത്. 107 എത്ര സംതിങ് ആയിരുന്നു, എന്തായാലും എബവ് 100 റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇവിടുന്ന് കുഞ്ഞിക്കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും. എൻ്റെ മോൾ കുഞ്ഞിക്കുട്ടിയൊന്നും അല്ല, കുറച്ച് വലുതായി. പക്ഷേ എന്നിട്ട് പോലും ഇവിടുന്ന് വലിച്ചെടുത്തും കൊണ്ടുപോകാൻ ഞാൻ ഒരുപാട് പാടുപെടേണ്ടി വന്നു. കാരണം ഓരോ ഐറ്റംസും പൊക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ചിട്ടുണ്ട് അവൾ. ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിറക്കി തിന്നാൽ നല്ല രുചിയാണ്, ക്രിസ്പിയാണ്. ദെൻ ഇത് പൈനാപ്പിളിൻ്റെയാണ്. ഇതിന് 60 റുപ്പീസാണ് കേട്ടോ റേറ്റ് വന്നിട്ട്. പിന്നെ ബൺസ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. പനി പിടിച്ചവരെ നേരെ ഇങ്ങോട്ട് വന്നോളൂ. ബ്രെഡും ബൺസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ദെൻ നമ്മുടെ മന്തിയും ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ മന്തിക്ക് 160 രൂപയാണ്. ചിക്കൻ മന്തിക്ക് മലബാർ ചിക്കൻ ബിരിയാണിക്ക് 195 170 രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ്. എൻ്റെ മോള് ദേ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ബിരിയാണി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ അവളിവിടെ വന്നിട്ട് ദേ ഇവിടെ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം ദേ നമുക്ക് വീണ്ടും ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആക്ച്വലി നമ്മൾ ഇങ്ങനെയുള്ള പ്ലേസസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് കയ്യിൽ നിന്ന് പോകുന്നത് അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതൊക്കെ തന്നെ നമ്മളിങ്ങ് എടുത്ത് നമ്മുടെ ട്രോളിയിനകത്തോട്ട് ഇടും. അപ്പം ലാസ്റ്റ് ബില്ല് ചെയ്യാൻ നേരത്ത് വലിയൊരു എമൗണ്ട് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുക നമ്മുടെ പോക്കറ്റ് കാലിയായി എന്നുള്ളത്. അതാണ് ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് കയറിയാലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷേ രസമാണ് അല്ലേ, നമുക്കുള്ള എല്ലാ ഐറ്റംസും ഒരിടത്ത് തന്നെ കിട്ടുന്നതല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ട്രോളിയിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൂടിപ്പോകുന്നത്. ഇനിയിപ്പോൾ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ലുലുവിൻ്റെ ക്രിസ്മസ് കേക്ക്സ് ഉണ്ട്, അവൈലബിൾ ആണ്. അയ്യോടാ, നമ്മുടെ കുരുമുളക്, പച്ചക്കുരുമുളക്, കാന്താരി എന്നാണ് കേട്ടോ ആദ്യം എൻ്റെ വായിൽ വന്നത്. ഓക്കെ, പച്ചക്കുരുമുളക് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അയ്യോ, അത് കൊള്ളാമല്ലോ അല്ലേ, കുരുമുളക് ഇങ്ങനെ കിട്ടുന്നതും. സാധാരണ നമ്മുടെ മാർക്കറ്റ്സിലൊന്നും അധികം അങ്ങനെ അവൈലബിൾ അല്ല. ഓക്കെ, ദെൻ കാന്താരി മുളക് ഉണ്ടായിരുന്നു. ദെൻ ഉണ്ടമുളകൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാന്താരിക്ക് കിലോയ്ക്ക് 300 സംതിങ് ഒക്കെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാധാ പച്ചമുളക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ തന്നെയുണ്ട്. 49 രൂപയുടെ ഓറഞ്ച് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ദെൻ നമ്മുടെ തോട് കപ്പലണ്ടി കിടക്കുന്നു 129 രൂപ കിലോയ്ക്ക്. തോട് കപ്പലണ്ടി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അയ്യോ, ദേ ചക്കക്കുരു ഉണ്ട് ഇവിടെ. അയ്യോ കൊള്ളാമല്ലോ അത്. പിന്നെ പഴങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റം ഉണ്ട്. കപ്പപ്പഴം, ഏത്തയ്ക്ക, കുഞ്ഞിപ്പഴം, പിന്നെ പച്ചച്ചിങ്ങമ്പഴം. ഇനിയിപ്പോൾ പഴത്തിനും വെളിയിൽ പോകണ്ട, നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഴവും എല്ലാം തന്നെ ഉണ്ട്. ദെൻ ക്യാരറ്റ് ഉണ്ട്. എൻ്റെ മോളുടെ ഫേവറേറ്റ് ഐറ്റം സ്ട്രോബെറി ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറിയുടെ റേറ്റ് വന്നിട്ട് 229 രൂപയാണ്. സ്ട്രോബെറിക്ക് നമ്മുടെ സൂപ്പിനൊക്കെ ചേർക്കുന്ന ഐറ്റംസും ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. മഷ്റൂംസ് ഒക്കെ തന്നെ ഉണ്ട്. ദെൻ ഇതിന് വന്നിട്ട് 156 ഏതാണ്ടായിരുന്നു തോന്നുന്നു, മറന്നുപോയി കേട്ടോ. പിന്നെ നമ്മുടെ കരിക്കൊക്കെ ഉണ്ട്, ചെത്തി കുട്ടപ്പനാക്കി കരിക്കിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മൾബറി ഉണ്ട്. മൾബറിക്ക് എന്ന് പറയുമ്പം 219 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ റെഡ് കറൻസ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ വൈറ്റ് കറൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ബെറീസിൻ്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിരുന്നു കേട്ടോ ഇവിടെ. ദെൻ ഇനി എന്താ ഇപ്പം ഞാൻ കാണിച്ചു തരേണ്ടോളെ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ എന്താ ഇല്ലാത്തതെന്ന് തന്നെ എനിക്കറിയാൻ വയ്യ കേട്ടോ. സ്ട്രോബെറിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 229 രൂപയാണ് കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അവളിതോ അറ്റത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് നോക്കിയതാണ്. കിവി ഉണ്ട്. അയ്യോ, നമ്മുടെ പനങ്കരിക്കുണ്ട് കേട്ടോ ഇവിടെ. പനങ്കരിക്ക് അങ്ങനെ സാധാരണ എവിടെയും കാണാറില്ലാത്തതാണല്ലോ. നമ്മുടെ പനങ്കരിക്ക് വരെ ഇവിടെ ഉണ്ട്. പനങ്കരിക്കിന് വന്നിട്ട് 49 രൂപയായിരുന്നു കേട്ടോ. അതേപോലെ നമ്മുടെ തണ്ണിമത്തങ്ങ 29 രൂപയ്ക്കാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ സ്ട്രോബെറി എടുത്തു എന്ന് എന്നെ കാണിച്ചതാണ് കേട്ടോ. ദെൻ ഇതിനൊക്കെ 89 രൂപയാണ് റേറ്റ് വന്നിട്ട്. പേരയ്ക്കും അതേപോലെ 89 രൂപയാണ്. പിന്നെ ഈ ഫ്രൂട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. 299 രൂപയായിരുന്നു. ഇനി ഞെങ്ങൊന്നുണ്ടായിരുന്നു എടുത്തപ്പോൾ. ഇതിൻ്റെ പേര് മലയാളത്തിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ പേര്. അറിയാവുന്നവർ ദയവായിട്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ദെൻ സബർജില്ലി ഉണ്ട്. ദെൻ ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ പല റേറ്റ്സിന് അവൈലബിൾ ആണ്. അല്ല, പല ടൈപ്സ് ആപ്പിൾസ് പല റേറ്റിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനാണെന്നുണ്ടെങ്കിൽ 249 രൂപയാണ്. അയ്യോ, നല്ല ഫ്രഷ് ആപ്പിളാണ് കേട്ടോ ഉള്ളത്. ദെൻ 229 രൂപയുടെ ഗ്രീൻ ആപ്പിൾ അവൈലബിൾ ആണ്. ദെൻ നേരത്തെ നിങ്ങൾ കണ്ടത് 89 രൂപയുടെ ഓറഞ്ചാണ്. 49 രൂപയുടെ ഓറഞ്ചും ഉണ്ട്, 89 രൂപയുടെ ഓറഞ്ചും ഉണ്ട്. 49 രൂപയുടെ ഓറഞ്ച് ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് 49 രൂപയുടെ ഓറഞ്ച്. ഇത് പ്ലംസ് ആണ് കേട്ടോ, നല്ല വലിയ പ്ലംസ്. ദെൻ ആപ്പിൾസ് ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് ഉണ്ട്, പല റേറ്റിന് അവൈലബിൾ ആയിട്ടുണ്ട്. കുട്ടി ആപ്പിളുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ പ്ലംസിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ സ്റ്റക്കായി നിന്നത്. ഇത് നമ്മുടെ കുട്ടി ആപ്പിൾസ് ആണ്. അങ്ങനെ ഇനി അടുത്തത് നമുക്ക് ഇറച്ചിയും അതേപോലെ മീനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇറച്ചി നമ്മൾ നല്ല കൊത്തി നല്ല പാക്കറ്റിലാക്കിയൊക്കെ ഇവിടെ തരുന്നുണ്ട്. സോ അതുമൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ ഇറച്ചിയുടെയൊക്കെ എന്ന് പറയുന്നത് ഒരു ഹോൾ ചിക്കന് 172 റുപ്പീസാണ് കേട്ടോ. സ്കിൻലെസ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 196 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇതേ ഞാൻ എന്താ വില സഹിതമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ മീനുകളെയൊക്കെ നല്ല സുന്ദരിയാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മടിയത്തികൾക്കാണെന്നുണ്ടെങ്കിൽ മീൻ പൊരിക്കാനായിട്ട് അരപ്പൊക്കെ പുരട്ടി മുകളിൽ കറിവേപ്പിലയൊക്കെ തൂകി നല്ല സുന്ദരികളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ന് പറയുന്നത് 103 രൂപ, 98 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ ബോക്സിന് റേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് അങ്ങ് വാങ്ങിക്കാൻ തോന്നിപ്പോകും. ആ രീതിയിൽ നല്ല അടിപൊളിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. നല്ല നെത്തോലി പൊരിച്ചതൊക്കെ പൊരിക്കാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതിന് 98 രൂപ 50 പൈസയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഞാനിവിടെ വേറൊരു മീൻ കണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും ശരി, ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഞണ്ടുണ്ട്, നമ്മുടെ കൊഞ്ചുണ്ട്, കക്ക ഇറച്ചിയുണ്ട്, അതേപോലെ വെള്ള കൊഞ്ച് എല്ലാം തോൽ ഉരിച്ച് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നെത്തോലി അതെല്ലാം നല്ല വൃത്തിയാക്കിയതാണ് കേട്ടോ. അതേപോലെ അതും ചാളയും വൃത്തിയാക്കിയതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ കുറച്ച് മടിയത്തികളൊക്കെ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനൊക്കെ പറ്റിയതാണ് കേട്ടോ. കാരണം എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നേരെ കൊണ്ടുപോയി ഒന്നും കൂടി ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. ചെതുമ്പാൻ നിൽക്കേണ്ട, തലവെട്ടാൻ നിൽക്കേണ്ട, വാല് വെട്ടാൻ നിൽക്കേണ്ട, എല്ലാം നല്ല അടിപൊളിയാക്കി ഇവിടെ വെച്ച് തന്നിട്ടുണ്ട്.
അപ്പം പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മീൻ. നല്ല സുന്ദരി ഒരു മീൻ. ആഹാ, എന്താ രസമായിരുന്നു അതിനെ കാണാനായിട്ട്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മീനിനെ. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു പാരറ്റ് മീനാണെന്ന്. അയ്യോ കൊള്ളാമല്ലേ, പേര് പോലെ തന്നെ നല്ല ചുന്നരി കുട്ടി, നീല കളറുള്ള കണ്ണൊക്കെ വെച്ചിട്ട് ഒരു കളറായിട്ടുള്ള കൂട്ടത്തിലൊരു സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫിഷിൻ്റെ ആ ഒരു സെക്ഷൻ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പം എൻ്റെ മോള് ഞാൻ അത് നോക്കാൻ നിന്ന് പോയിട്ട് ബോറടിച്ചിട്ട് കോട്ടോ ഇടുന്നതാണ് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? അപ്പം എങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ നോക്ക് വ്യത്യാസം. വഴക്ക് പറയുന്നതിന് ക്യാമറ അടയ്ക്കാത്തതിന് പകയടിച്ച് കണക്കിരിക്കുന്നത് സ്ഥിരം കിട്ടുന്നതാട്ടോ ഈ വഴക്ക്. നമുക്ക് ഇത്രയൊക്കെ മതി തന്നെ. നമുക്ക് നാച്ചുറലി ഗ്ലാമർ ഉള്ളതുകൊണ്ട്. അത് ഉമ്മാക്കൊണ്ട് എനിക്കില്ലല്ലോ. ഇവളുമായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല. വോയിസ് ഓവറുള്ളത് കുറ്റം കിട്ടാളാ. അപ്പോൾ ഇനി നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയാണല്ലോ നമ്മൾ ഞെട്ടണ്ടുള്ളത് ഈ ബില്ലടയ്ക്കാൻ നേരത്തെ. നമ്മളിങ്ങനെ എല്ലാം എടുത്തെടുത്തങ്ങ് ഇടും. അതൊരു രസമുള്ള കാര്യമാണ്. ബില്ലടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് ആഹാ അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഈ ബില്ലിംഗ് സെക്ഷനിലാണെങ്കിൽ നല്ല ഇഷ്ടംപോലെ ക്യൂ ഉണ്ട് കേട്ടോ. അയ്യോ എന്താ തിരക്കാണെന്ന് അറിയാവോ. അത് കണ്ടിട്ട് എൻ്റെ മോള് തന്നെ പഠിച്ചവനേന്ന് വിളിച്ചു പോയി. കാരണം ഇവിടെ ക്യൂ നിന്നിട്ട് ബില്ലടയ്ക്കണമെന്ന് ഓർത്തപ്പോഴത്തേക്ക് എൻ്റെ അമ്മോ തല കറങ്ങും കേട്ടോ. കാരണം അത്രത്തോളം നല്ല രീതിയിൽ ക്യൂ ഉണ്ട്, അത്രത്തോളം എന്താ പറയുക നല്ല തിരക്കുണ്ട്. കാരണം സെക്കൻഡ് ഡേ ആണല്ലോ. നോർമലി നല്ല അങ്ങനെ തന്നെ വരുമ്പോഴത്തേക്ക് നല്ല തിരക്ക് കാണും, സ്വാഭാവികം അല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബില്ലടയ്ക്കാൻ നിന്നപ്പോഴേ സെക്കൻഡ് ഫ്ലോറിലും ഉണ്ടെന്ന് വന്നിട്ട് പറഞ്ഞത്, മുകളിലത്തെ നിലയിലും ഉണ്ടെന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് കാണുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ എസ്കവേറ്റർ വഴിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കറിയാൻ പറയാനും വന്നു. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരണ്ടേ, അവർ താമസം കിട്ടിയില്ല. എനിക്ക് കൈ ഇതുള്ളൂ. ഞാൻ നോക്കി ചെയ്യണേ കേട്ടോ. മാർത്തുംകൂടിയാ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പില്ലോസ്, ബെഡ്ഷീറ്റുകൾ, ദെൻ എന്താണ് പിക്ചർ അതായത് ഫ്രെയിമുകളുണ്ടല്ലോ അതുകൾ, പിന്നെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ്, ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഫ്ലോറിലുള്ളത്. അതേപോലെ ലുലു കണക്റ്റ് ഉള്ളതും ഈ ഒരു ഫ്ലോറിലാണ്. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിച്ചു തരാം. സോ ഇവിടെ വന്നിട്ട് നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള പെഡിഗ്രി എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അതില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. പെറ്റ്സിന് വേണ്ടുള്ള സാധനങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി വന്നിട്ട് അടുത്ത ഐറ്റം ടോയ്സ്. കുട്ടികളുടെ സെക്ഷൻ 20% ഓഫോട് കൂടിയാണ് നമ്മുടെ ടോയ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബോട്ടിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. അതേപോലെ തന്നെ നോട്ട്ബുക്സും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഫ്ലോറിൽ. ബോട്ടിൽസിനൊക്കെ തന്നെ എന്താണ് റേറ്റ് കുറച്ചിട്ടൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. 429 199 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാ ഈ ബോട്ടിലുണ്ട്. അപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാം. ദെൻ ഡോക്ടർ വാഷിന് എന്ന് പറയുമ്പോൾ 319 രൂപയാണ് കേട്ടോ. ഓഫർ പാക്കറ്റാണ്, ഓഫറുണ്ട്. പിന്നെ ഫ്ലോർ ക്ലീനർ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും. ദെൻ ഇനിയിപ്പോൾ ചന്ദനത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. മംഗൾദ്വീപിൻ്റെ ചന്ദനത്തിരി ഞാൻ എടുത്തു കേട്ടോ. ഇത് പിന്നെ മോള് ഫയൽ വേണമെന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ട് ഒരെണ്ണം എടുത്തു, ഫയലിൻ്റെ കവർ. പിന്നെ വൈറ്റ് പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ നോക്കിയതാണ് കേട്ടോ. വൈറ്റ് പേപ്പർ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രയോൺസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഗംസുകൾ, പല ടൈപ്പ് എന്താണ് നമ്മുടെ സ്കൂൾ ആവശ്യത്തിന് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്താണ്ട് ഗംസ് ഒക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഇനി കളർ പെൻസിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ സ്കൂൾ ഐറ്റംസിൻ്റെ ഒരു പാർട്ട് നമുക്കിവിടെ കിട്ടും. ദെൻ നോട്ട്ബുക്സ് എന്ന് പറയുമ്പോൾ 43 രൂപയാണ് ഈ നോട്ട്ബുക്കിന്. ഇത് വൈറ്റ് പേപ്പറുള്ള നോട്ട്ബുക്കാണ്. ഇത് പേപ്പറിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയണത് ഇതാണ് കേട്ടോ. കറുത്ത കളറല്ല, കുഴപ്പമില്ല കേട്ടോ. വൈറ്റ് പേപ്പേഴ്സ്. അപ്പോൾ 43 രൂപയാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. 43 രൂപയിൽ. പിന്നെ വന്നിട്ട് ഇത് ലൈൻ വരേണ്ടതാണ്. അത് വന്നിട്ട് 83 രൂപയാണ് കേട്ടോ ലൈൻ വരേണ്ടത്. കുറച്ചും കൂടി നോട്ട്ബുക്കിന് വലിപ്പവും കൂടുതലുണ്ട്. ലൈൻ വരേണ്ടതാണ്.
ഇത് വന്നിട്ട് വേറൊരു കമ്പനിയുടേത് 70 റുപ്പീസാണ്, വൈറ്റ് പേപ്പറാണ്. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്, വില ഉൾപ്പെടെ. ഇത് 23 രൂപയുടെ മറ്റേ ലൈറ്റ് പാഡ് ഐറ്റം ഉണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ നോട്ട്ബുക്സൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബോറാവില്ല, അതുകൊണ്ട് എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഇത് പിന്നെ കുറച്ചും കൂടി നല്ല നീളത്തിലുള്ള നോട്ട്ബുക്ക്, അതിന് 98 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിരമിഡ്സ് ഈജിപ്റ്റ് അങ്ങനെയുള്ള കമ്പനിയുടെ ഇതായിരുന്നു. ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ടൊന്നും എൻ്റെ കണ്ണിൽ കണ്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു ബില്ലൊക്കെ എഴുതാനായിട്ട്. അപ്പം അങ്ങനത്തതൊക്കെ തന്നെ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സെക്ഷനിൽ. ദെൻ ഗ്ലോബ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതും ഇവിടെ അവൈലബിൾ ആണ്. 264 രൂപയുടെ ഇതൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു ഓഫ് റോഡ് കൂടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പില്ലോസിന് ഇതേ ഓഫറുണ്ട്. 1299 രൂപയുടെ പില്ലോ 599 റുപ്പീസിന് 17x17 ആണ് സൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഇവിടെ ഉണ്ട് പില്ലോസ്. പിന്നെ ബെഡ്ഷീറ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻസും എല്ലാം തന്നെ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയണേ, എൻചാൻഡർ ആണ്. ഇത് എൻ്റെ മോളെടുത്തു. പിന്നെ ഡെയോഡ്രൻ്റ് ഉണ്ട്. അപ്പം ഇതും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ, പെർഫ്യൂംസ് ഡെയോഡ്രൻ്റ് ഒക്കെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഇത് കണ്ടോ. അപ്പോൾ ഇതും എൻ്റെ മോളെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ഉമ്മയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ മോള് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അവസാനം അതേ കണ്ടുപിടിച്ചും കൊണ്ട് വരുന്നതാണ്. ഞങ്ങൾ ഒരു സ്ഥലത്തൂടെ പോകും, എൻ്റെ ഉമ്മ വേറൊരു സ്ഥലത്തൂടെ പോകും. ഉമ്മയെ കണ്ടുപിടിക്കലാണ് ഇവിടെ കയറിയിട്ടുള്ള ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇത് കൊള്ളാവോ ഉമ്മ, ഓക്കെ ഇത് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കാനായിട്ട് തിരുമ്പോഴായിരിക്കും ആൾ ഞങ്ങളുടെ കൂടെ ഇല്ലയെന്ന് ഞങ്ങൾ അറിയുന്നത്. ആൻഡ് ദെൻ പൗഡർ ഐറ്റംസും ഒക്കെ തന്നെ ഉണ്ട്. യാഡ്ലിയുടേതാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ പൗഡറും അവൾ ഇവിടുന്ന് തന്നെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലുലുവിൽ വന്നത്. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ, നമുക്ക് അവൾക്ക് ഹോസ്റ്റലിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം യാഡ്ലിയുടേതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. യാഡ്ലിയുടേത് നല്ല ടൈപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വാസലൈൻ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കണ്ടില്ല, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് BB ക്രീമുണ്ട്, പോൺസിൻ്റെ BB ക്രീമുണ്ട്. അതൊക്കെ ഓരോരുത്തർ വാങ്ങിക്കുന്നത് കണ്ടിട്ട് ഞാനിതൊന്നും വാങ്ങിച്ചില്ല. ഞാൻ ജസ്റ്റ് പൗഡറും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻചാൻഡറിൻ്റെ ആ ഒരു ലോഷനും എടുത്തിട്ടുണ്ടായിരുന്നു, മോയ്സ്ചറൈസിങ് ക്രീം. ഓക്കെ, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ ഒരു ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് വരുമ്പോൾ വാങ്ങിച്ചും കൊണ്ട് വന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചില്ല. ആൻഡ് ദെൻ കാൻഡിഡ് പൗഡർ ഒരെണ്ണം എടുത്തു വേണം, ചെറിയതിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, അപ്പോൾ ഇതും ഉണ്ട് കേട്ടോ ഇവിടെ, കാൻഡിഡ് പൗഡേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ വന്നിട്ട് അവൾ പേസ്റ്റ് എടുത്തും കൊണ്ട് വന്നു. അപ്പം റെഡിൻ്റെ പേസ്റ്റ് നല്ലതാണ് കേട്ടോ, നമ്മുടെ പല്ല് വേദനയ്ക്കൊക്കെ അടിപൊളി ഐറ്റമാണത്. അയ്യോ, അങ്ങനെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ ചീപ്പ് അതുണ്ട്, അതൊക്കെ ലോ റേറ്റിനുണ്ട്. ചിലയിടത്തേക്ക് എബവ് 200 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് 100 and സംതിങ്ങിനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ടൈപ്പൊക്കെ. പിന്നെ എന്താണ് പറയണേ, ഷേവിങ് സെറ്റുകൾ അവൈലബിൾ ആണ്. അയ്യോ, അങ്ങനെ എല്ലാം ഉണ്ട്. എന്തൊക്കെ കാണിക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ട് ലുക്കായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പോൾ പോക്കറ്റ് മിറർ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട്. അറിയാമല്ലോ, ഞങ്ങൾക്ക് ഈ പോക്കറ്റ് മിററൊക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ ആ ഐറ്റമൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതേ നമ്മുടെ ബക്കറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മിൽട്ടൻ്റെ ഈ ഒരു ബക്കറ്റിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 428 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. പിന്നെ ലുലു ഇതിൻ്റെ തന്നെ എന്താണ് അവരുടെ ബക്കറ്റാണ് ഇത്. അപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് 399 രൂപയാണ്. ലുലു ക്ലാസിക് ബക്കറ്റ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. 245 നേരത്തെ പറഞ്ഞ റേറ്റിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബക്കറ്റ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ ഈ ഐറ്റം അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനത്തതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഏതാണ്ട് എല്ലാം തന്നെ ഇതിനകത്ത് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ലുലു ഡെയിലി നിങ്ങൾക്ക് നേരിട്ട് കണ്ട അതേ അനുഭവം തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണ് 440 രൂപയാണ് കേട്ടോ ഈ സ്ക്രബിന്. അയ്യോ, അങ്ങനെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ.
പിന്നെ ഇത് നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ആണ്. ഇത് 325 ഉണ്ട്, 475 ഉണ്ട്. ട്രേ ഉൾപ്പെടെയുള്ളതിനാണ് 400 സംതിങ്, അല്ലാത്തതിന് 325 രൂപ. ഇത് നല്ല ലാഭകരമായിട്ട് തോന്നി കേട്ടോ. 1250 ഇവിടെ ലുലുവിൽ 399 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നല്ല ലാഭകരമായിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ മോപ്പ് 599 രൂപയാണ്. അത് എല്ലായിടവും ഏതാണ്ട് അതേ റേറ്റ് തന്നെയാണ്. അത് വലുതായിട്ട് ഇവിടെ വലിയ ലാഭമായിട്ട് തോന്നിച്ചില്ല കേട്ടോ. എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെയാണ്. പിന്നെ ഷാംപൂസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് നേരത്തെ കാണിച്ച ബാസ്ക്കറ്റിൻ്റെ ഒക്കെ തന്നെ 549 രൂപയുടേതുണ്ട്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രെയിംസ് ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നിട്ട് അതും വാങ്ങിക്കാം. ഈ കഥകളിയുടെ വന്നിട്ടുള്ള ആ പിക്ചറിന് 568 റുപ്പീസാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഇതുണ്ടായിരുന്നു. അപ്പം ഇതിന് 299 രൂപയാണ് കേട്ടോ അതിന്. പിന്നെ കൃഷ്ണൻ്റെ ആ ഒരു പിക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് 1700 സംതിങ് ആണ് അതിൻ്റെ റേറ്റ്. ഇത് 50% ഓഫ് ഉണ്ട്. 199 റുപ്പീസാണ് സ്റ്റൂളിന് വന്നിട്ട്. പിന്നെ ഇതൊക്കെ തന്നെ, അതായത് ടവലൊക്കെ 99 റുപ്പീസിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഓഫറിനകത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ബെഡ്ഷീറ്റ് വന്നിട്ട് കിങ് സൈസിൻ്റെ ആണ് 1299 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ റേറ്റ് കുറച്ചിട്ടും കൂടിയിട്ടും ഒക്കെ ഉള്ളതുണ്ട്. സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട്. അത് കണ്ട ഉടനെ എൻ്റെ മോള് കണ്ട ഉത്സാഹത്തോടെ ഓടി വരുന്നത്. അപ്പം അതിൻ്റെ റേറ്റ് അവൾ ഇവിടെ കുറേ എണ്ണം എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവളുടെ അടുത്ത് അവളെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് ഇതൊക്കെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അവൾക്ക് എല്ലാം കൂടി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം ലഗേജ് ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതൊന്നും ഇപ്പം എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചില്ല. കാണാനായിട്ട് ചെല്ലുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കുറേ ഐറ്റംസ് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതായി ഈ ഒരു സംഭവം കളായിരുന്നു കേട്ടോ. കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ പിള്ളേരും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വന്ന് നിന്നിട്ട്. അപ്പോൾ നമ്മുടെ ആനക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി പറയുണ്ടായിരുന്നു, എന്നെക്കാട്ടിയും വലുതെന്ന് ഇവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കുട്ടികളെ. 50% ഓഫിൽ നമ്മുടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നല്ല ഓഫറായിരുന്നു കേട്ടോ. അതേപോലെ ബ്ലാങ്കറ്റ്സിനൊക്കെ ഓഫറുണ്ട്. ബ്ലാങ്കറ്റിനാണെന്നുണ്ടെങ്കിൽ 999 റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ് ബ്ലാങ്കറ്റ്സ് ഒക്കെ തന്നെ. അപ്പം അതുമൊക്കെ കൊള്ളാമായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റിനൊക്കെ നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ എന്തിനൊക്കെയോ അങ്ങ് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇനി താഴത്തെ ഫ്ലോറിൽ ക്യൂവിൽ നിന്നും അടുത്തവർക്ക് ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പം ബില്ല് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കാരണം ഇവിടെ കുറച്ച് ക്യൂ കുറവുണ്ട്. പക്ഷെ താഴെ നല്ല വലിയ ക്യൂ ആണ്. അപ്പോൾ നേരെ നിങ്ങൾ മുകളിൽ കയറി വന്ന് എന്തെങ്കിലും ഒരു സാധനം പറക്കിയിട്ടിട്ട് നേരെ ഇവിടെ വന്ന് ബില്ലടിക്കുക. ഓക്കെ, ഇവിടെയാണ് ക്യൂ കുറവുള്ളത് കേട്ടോ. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ലുലു കണക്റ്റിലേക്കാണ് കയറാൻ പോണത്. കാരണം എന്തായാലും നമ്മൾ ഇവിടെ ലുലു ഡെയിലി എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഇൻസൈഡ് വ്യൂ ആണ് കാണിച്ചു തന്നത്. അപ്പം ലുലു കണക്റ്റ് ആണ് ഇത്. ലുലു കണക്റ്റിൽ എന്ന് പറയുന്നത് സകലവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസും നമുക്ക് ലുലു കണക്റ്റിൽ കിട്ടും കേട്ടോ. അതായത് മിക്സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ നമ്മുടെ ഇയർബഡ്സ്, ലാപ്ടോപ്പ്, പ്രിൻറ്റർ, പിന്നെന്തൊക്കെയാണുള്ളത്, സ്പീക്കേഴ്സ്, പിന്നെന്താ പറയണേ, പിന്നെ എന്തൊക്കെയായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ്. ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒരു പൂരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കയറി ചെല്ലുന്ന ഉടനെ തന്നെ ഇയർബഡ്സിൻ്റെയൊക്കെ പ്രിൻ്ററിൻ്റെയൊക്കെ കളക്ഷൻസ് കാണാൻ പറ്റും. 13,999 ഓഫർ റേറ്റ് ആണ്. 16,000 സംതിങ്ങിൻ്റെയാണ് ആ ഒരു റേറ്റിന് കൊടുക്കുന്നത്. ബോട്ടിൻ്റെ ഇയർബഡ്സിനൊക്കെ തന്നെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. ലെനോവയ്ക്കും ഒക്കെ തന്നെ, അതായത് ലാപ്പിൻ്റെനും ഒക്കെ തന്നെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ നമുക്കിവിടെ വന്നിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ സ്പീക്കേഴ്സ് ഉണ്ട്. അതൊക്കെ തന്നെ പല ഐറ്റംസ് പല കമ്പനീസിൻ്റെ ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, 70% ഓഫറോടുകൂടിയൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഇവിടെ ആൺകുട്ടികളെയൊന്നും കൊണ്ട് വരരുത്, സ്പീക്കറും പൊക്കി എടുത്തുകൊണ്ട് അവന്മാർ പോകത്തുള്ളൂ. കാരണം 999 രൂപയ്ക്കും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ
എന്തുവായിരുന്നു, അയ്യോ എനിക്കിപ്പം വോയിസ് കൊടുക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടില്ലേ, കാരണം റേറ്റ് കുറവായിട്ട് ഓഫറിനാണ് ഇട്ടിരിക്കുന്നത്. ബോയ്സിനെയും കൊണ്ട് ദയവായിട്ട് അയ്യോ അച്ഛന്മാർ ഇങ്ങോട്ട് കയറാതിരിക്കുക, അതാണ് നല്ലത്. അവന്മാരെല്ലാം അടിച്ചും കൊണ്ട് പോകും കേട്ടോ, വെറുതെ വിടൂല. കാരണം അവരുടെ ഒരു വീക്ക്നെസ് സംഭവമാണ് ഈ ഒരു സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഓഫർ പ്രൈസിനും കൂടി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തർക്കിക്കാനേ പറ്റില്ല, ചിലപ്പോൾ വാങ്ങിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. സോ സൂക്ഷിക്കുക പാരൻസ്. ഓക്കെ, ദെൻ വാഷിംഗ് മെഷീൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടുള്ളത് നിങ്ങളുടെ കൂടെയുള്ള ഭാര്യേനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടുള്ളത്. കാരണം വാഷിംഗ് മെഷീനൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ മോഡലൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് പുതിയത് പോകാം എന്ന് തോന്നിപ്പോകും. സോ പോക്കറ്റ് സൂക്ഷിക്കുക, ഭാര്യേനെയൊക്കെ കണ്ണും പൊത്തിച്ച് ഇതിലേക്കൂടി നടത്തുക. കാരണം മിക്സി, ദെൻ എന്താണ് നമ്മുടെ അയൺ ബോക്സ്, അതായത് സ്ത്രീകൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് ആ ഒരു ഐറ്റംസ് മൊത്തത്തിൽ ഇവിടെ പറക്കിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കിഡിലുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ ചില ഭർത്താക്കന്മാരുടെ രോദനവും ഞാൻ ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് മേടിക്കണോ, എന്തിനാ ഫ്രിഡ്ജ്, നമുക്കുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടോ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പോക്കറ്റ് സൂക്ഷിക്കുക. ഓക്കെ, കാരണം ഓഫർ പ്രൈസിനാണ് ഇട്ടിരിക്കുന്നത്. വാങ്ങിച്ചു കൊടുക്കാൻ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പം തോന്നിപ്പോകും, കാരണം ഓഫർ റേറ്റിനാണ് എല്ലാം. 2699 രൂപയാണ് മിസ്റ്റർ ലൈറ്റിൻ്റെതായി ഇതിന്. അപ്പം ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു പോകും, നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കും. ഓക്കെ, പിന്നെ എന്താണ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എന്തൊക്കെ കാണിക്കണമെന്ന് മാത്രമേ എനിക്കറിയാതെ ഉള്ളൂ. വീഡിയോ എടുത്തപ്പം വീഡിയോ എടുക്കുന്ന എനിക്ക് പോലും കൺഫ്യൂഷനായിരുന്നു. ദെൻ 3 ബർണറിൻ്റെയൊക്കെ ഈ ഗ്യാസ് സ്റ്റൗവ്സിനൊക്കെ തന്നെ ഓഫറുണ്ട്. അപ്പം പുതുതായിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ട് വരിക. പ്രസ്റ്റീജിൻ്റെയും എല്ലാത്തിൻ്റെയും ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. 3000 സംതിങ്ങിൻ്റെ 2000 സംതിങ്ങിൻ്റെ ഇത് 3550ൻ്റെയാണ് അത് മുകളിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി കൂടിയ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ കുറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, കൂടിയതും ഒക്കെ തന്നെ ഉണ്ട്. അയ്യോ, അപ്പം അതിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്താ ഇത് കണ്ടില്ല, ഇത് നല്ല അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. നല്ല സൂപ്പ് ഒരു 4 ബർണറൊക്കെ വരുന്ന നല്ല കിഡിലുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഇതിന് ഏതാണ്ട് എബൌട്ട് 10,000 ആണെന്നാണ് റേറ്റ്, എൻ്റെ ഒരു ഓർമ്മ. യെസ് തന്നെ 16,000 സംതിങ് ഓഫ് പ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അയൺ ബോക്സിനും ഒക്കെ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട്. യഥാർത്ഥ റേറ്റിൽ നിന്നും റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മിക്സിയുടെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ സുജാതയുടെ മിക്സി ഉണ്ട്, പ്രീതിയുടെ മിക്സി ഉണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് മിക്സീസും അവൈലബിൾ ആണ്. കൂടുതലും പ്രീതി, ദെൻ എന്താണ് നമ്മുടെ സുജാതയുടെ മിക്സി ഒക്കെ തന്നെയുണ്ട്. എല്ലാത്തിനും ഓഫറും ഉണ്ട് കേട്ടോ. ഓഫർ റേറ്റിനാണ് ഇട്ടിരിക്കുന്നത്. ഇത് 5,500 കേട്ടോ ഈ ഒരു മിക്സി അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിനും മാർക്കറ്റ് പ്രൈസിൽ നിന്നും റേറ്റ് കുറവായിട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇൻഡക്ഷൻ കുക്കേഴ്സ് അവൈലബിൾ ആണ്. അത് 1690 രൂപ മുതലുള്ള ഇൻഡക്ഷൻ കുക്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലോ റേറ്റിനുള്ളതും ഹൈ റേറ്റിനുള്ളതും ഒക്കെ തന്നെ ഉണ്ട്. കണ്ടില്ലേ, 3600ൻ്റെയാണ് 1690 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബ്ലെൻഡറുണ്ട്. 1999 രൂപയാണ് സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. 2450ൻ്റെ ഉണ്ട് ബ്ലെൻഡർ. അപ്പം വില കൂടിയതും ഉണ്ട്, വില കുറഞ്ഞതും ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ദെൻ സുജാത മിക്സിക്ക് 5000 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഈ ഒരു ചിമ്മിനിക്ക് വന്നിട്ട് 44,000 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ്. ഇതിൻ്റെതാണ് കേട്ടോ ഞാൻ റേറ്റ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് അറിയാൻ ഒരു ആഗ്രഹം കാണുമല്ലോ. പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക്, പാല് കാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് പാല് കാച്ചിൻ്റെ സാധനമൊക്കെ വാങ്ങിക്കാൻ വരുന്നവർക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. 44,000 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട്. ബാക്കിയുള്ളതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ നോക്കിയില്ല, ഒരെണ്ണത്തിൻ്റെ മാത്രമേ റേറ്റ് ഞാൻ നോക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും റേറ്റുകളൊക്കെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ. ദെൻ 3495 രൂപയ്ക്ക് വരെ മിക്സികൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറഞ്ഞ റേറ്റിനൊക്കെ മിക്സി നോക്കുന്നവർക്ക് ഇവിടെ വന്നാൽ മതി കേട്ടോ. സുജാതയുടേത് വരെ ഉണ്ട്. സുജാതയുടേത് ആ ലാസ്റ്റ് ഇരിക്കുന്നതിന് ഇതിനല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറം ഇരിക്കുന്നതിന് 5000 സംതിങ് ആണ് റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതിന് മൊത്തത്തിൽ 3 ജാറുണ്ട്. 3 ജാറ് സുജാതയുടെ മിക്സിക്കാണ് ആ ഒരു റേറ്റ്.
അപ്പോൾ കണ്ടല്ലോ ലുലു കണക്റ്റും. അപ്പോൾ ലുലു ഡെയിലിയും ലുലു കണക്റ്റിൻ്റെയും എല്ലാ വ്യൂസും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും 2 ദിവസമായി ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തവർക്ക് വിഷമിക്കേണ്ട, എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. കുറച്ചൊക്കെ തിരക്ക് ഒഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ പർച്ചേസിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡ്രീംസ് മാള് ഉഗ്രനൊരു ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയാണ് നമ്മുടെ യൂസഫ് അലി സാറ് വക കിട്ടിയത്. കാരണം അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലേക്കല്ല കേട്ടോ, ഇനി ഞങ്ങൾ പുലിച്ചിറപ്പള്ളിയിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ മോളെ ഒന്ന് കൊണ്ടുചെന്ന് കാണിക്കണം. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഉടനെ തന്നെ എൻ്റെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീംസ് മാളിൻ്റെ ഒരു ഫുൾ വ്യൂ. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. ഔട്ട്സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് എൻട്രൻസ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ, അടിപൊളി ഡ്രീംസ് മാളിൻ്റെ ആ നൈറ്റ് വ്യൂ കണ്ടില്ലേ, കിടിലനല്ലേ. കോട്ടയത്ത് നല്ല ഉഗ്രനായിട്ട് അടിപൊളി ഡ്രീംസ് മാൾ. ഞങ്ങളുടെ കോട്ടയത്തിൻ്റെ മുഖച്ഛായ കംപ്ലീറ്റ് മാറ്റിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഡ്രീംസ് മാൾ ഇവിടെ ഉള്ളത്. സോ ഞങ്ങൾ പോകാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.